വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാം ത്രിയേക ദൈവത്തിന് മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ഒക്കെ അർപ്പിക്കുന്നു. സ്വർഗോന്നതികളിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ ഭൂമിയുടെ താഴേ തട്ടിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും ആദരവും വന്ദനവും എല്ലാ വിശുദ്ധന്മാർക്കും അറിയിക്കുന്നു. നമ്മുടെ ദൈവവും കർത്താവുമായ നമ്മുടെ പിതാവും നമ്മുടെ ദൈവവുമായ നമ്മുടെ ഉടയവനും നാം സേവിച്ച് നിൽക്കുന്നവനുമായ ത്രിയേക ദൈവം ഇതുവരെ നമ്മെ കൊണ്ടുവന്നു. എബനേസറായി മേലിലും നമ്മെ നടത്തുവാൻ അവിടുന്ന് മതിയായവനാകുന്നുവല്ലോ. സ്തോത്രം. യഹോവ നിസിയായി നമ്മെ ജയോത്സവത്തോടെ നടത്തും. തൻ്റെ നാമത്തിൻ്റെ സൗരഭ്യം നമ്മളിലൂടെ എല്ലായിടത്തും പരത്തും. നമുക്കതിന് വിധേയപ്പെട്ടിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. എബ്രായലേഖനം 2-ാമത്തെ അധ്യായം 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ ചിന്തിക്കുവാൻ തുടങ്ങിയത് നമുക്ക് ഓർമ്മ കാണുമല്ലോ. പ്രത്യേകിച്ച് 9-ാമത്തെ വാക്യം മുതൽ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തു ജഡം ധരിച്ചതിനാൽ എന്തെല്ലാം നമുക്ക് പ്രയോജനമുണ്ടായി, യേശുവിൻ്റെ ജഡധാരണത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. 3 കാര്യങ്ങളാണ് അതിൽ ഇതിനോടകം നമ്മൾ പഠിച്ചത്. ഒന്നാമത്, മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുക. സ്തോത്രം. മനുഷ്യനെ കുറിച്ചുള്ള സ്രഷ്ടാവായ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലുള്ള ഉദ്ദേശം, ഇഷ്ടം പൂർത്തീകരിക്കുക, നിവർത്തിക്കുക. രണ്ടാമത് നമ്മൾ കണ്ടു, മനുഷ്യനോട് ഏകീഭവിക്കുവാൻ. സ്തോത്രം. നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവിടുന്നും ജഡരക്തങ്ങളോട് കൂടിയവനായി ഭൂമിയിലേക്ക് വന്നു. നമ്മളോട് ഏകീഭവിക്കുവാൻ, മനുഷ്യനോട് താദാത്മ്യപ്പെടുവാൻ. മൂന്നാമത്തേത്, ഇസ്രായേലിനെ മാത്രമല്ല സകല ജാതികളെയും സംരക്ഷണ ചെയ്യുവാൻ അഥവാ വീണ്ടെടുക്കുക എന്ന സംഗതിയാണ് നമ്മൾ കണ്ടത്. അതിൽ നമ്മൾ ചില വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം തീർന്നതുകൊണ്ട് നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ മറ്റൊരു മീറ്റിങ്ങിന് 9:30 മുതൽ എനിക്ക് കയറേണ്ടിയിരുന്നത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിട്ട് നിർത്തി പിരിയുകയായിരുന്നല്ലോ. നിങ്ങളതേക്കുറിച്ച് പിന്നീട് ചിന്തിച്ച് കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ നോക്കിയത് ചില ചോദ്യങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങളെ നമ്മൾ പഠിക്കുവാനായിട്ട് തുനിഞ്ഞത്. അവിടെ അബ്രഹാമിൻ്റെ സന്തതി, എബ്രായർ 2:16 വാക്യമാണ്, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല യേശു വന്നത്, പകരം അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ എന്നതാണ് നമ്മൾ അവിടെ നിന്നും കാണുന്നത്. അബ്രഹാമിൻ്റെ സന്തതി എന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഒരു എബ്രായൻ ഒരു എബ്രായ സമൂഹത്തോട് സംസാരിക്കുകയായതുകൊണ്ട്
അവരുമായി വളരെ അടുത്ത ബന്ധമുള്ള ആശയങ്ങളും പദങ്ങളും ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള ഒന്നാം വരവിൻ്റെ ഉദ്ദേശം ഇസ്രായേൽ മാത്രമായിരുന്നു എന്നല്ല. അവിടെ സംരക്ഷണ ചെയ്യുക എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത് വീണ്ടെടുക്കുക എന്നാണ്. നാം ആ വാക്യങ്ങളിലേക്ക് ഇനിയും വരുമ്പോൾ ആ ഭാഗങ്ങളെ കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴത്തെ വിഷയത്തോടനുബന്ധിച്ച് ഇത്രയുമേ അവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്, ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നു, ദൂതന്മാർക്ക് വേണ്ടിയായിരുന്നില്ല, പകരം മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടത്, യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ പരിമിതമായിരുന്നു, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ പരിമിതപ്പെട്ടിരുന്നു. ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് വെയർ ദെയർ ഫോർ ജീസസ് പബ്ലിക് മിനിസ്ട്രി. യേശു വന്നത് മാനവകുലത്തെ മുഴുവനും വീണ്ടെടുക്കാനാണ്. യേശുക്രിസ്തുവിൻ്റെ ജനന ഉദ്ദേശം, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഉദ്ദേശം എല്ലാം മുഴു മാനവ ജാതിയെയും വീണ്ടെടുക്കുക എന്നതായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ഇസ്രായേലിനിടയിൽ മാത്രം ഒതുങ്ങി നിന്നു. ശമര്യയിൽ കൂടെ പോലും വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ യേശു കടന്നുപോയിട്ടുള്ളൂ. അതൊഴിച്ചാൽ ഇസ്രായേലിൽ മാത്രമാണ് ഭൂമിശാസ്ത്രപരമായും നരശാസ്ത്രപരമായും മനുഷ്യ വർഗവുമായി ബന്ധപ്പെട്ടും കർത്താവ് ശുശ്രൂഷിച്ചതും ജീവിച്ചതുമൊക്കെ. അക്കാലത്ത് യേശുക്രിസ്തുവും യഹൂദന്മാരും താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ റോമക്കാരും ഉണ്ടായിരുന്നു. യേശു കർത്താവ് പല സമയങ്ങളിലും റോമക്കാരുമായിട്ട് അഭിമുഖീകരണം നടത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ അടുക്കൽ റോമക്കാർ പലരും പല ആവശ്യങ്ങൾക്കു വേണ്ടി വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനിയായ വ്യക്തിയാണ് മത്തായി 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ശതാധിപൻ. ഹി വാസ് എ റോമൻ. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം കണ്ടിട്ട് യേശു തിരിഞ്ഞ് തന്നെ അനുഗമിക്കുന്ന ഇസ്രായേലി പുരുഷാരത്തോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരിക്കൽ ആ കനാന്യ സ്ത്രീ, സുറഫോയിക്കാരത്തി സ്ത്രീ, ഇങ്ങനെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളിൽ മാത്രമേ യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേല്യർ അല്ലാത്തവരോട് യേശു ശുശ്രൂഷാപരമായി ഇടപെട്ടിട്ടുള്ളൂ. എന്നാൽ അവരോട് ആരോടും നേരിട്ട് സുവിശേഷം അറിയിക്കാനോ ദൈവത്തെക്കുറിച്ച് പറയാനോ അത്ഭുതങ്ങൾ ചെയ്യാനോ യേശു പോയിട്ടില്ല. അവരിൽ ചിലർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അപ്പോഴും യേശു അവരെ അവഗണിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ആ ശതാധിപനൊക്കെ വന്നപ്പോൾ യഹൂദന്മാർ തന്നെ പറയുന്നു, അയാളെ നമുക്ക് വേണ്ടി പള്ളിയൊക്കെ പണിയിപ്പിച്ച് തന്ന മനുഷ്യനാ, നീ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെയുള്ള നിലയിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. കനാന്യ സ്ത്രീയോട് യേശു ഇടപെട്ടതൊക്കെ നമുക്കറിയാം.
പറഞ്ഞതൊക്കെ നമുക്കറിയാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ, പരസ്യ ശുശ്രൂഷ, ഭൂമിശാസ്ത്രപരമായി ഇസ്രായേലിൽ മാത്രം, അതും യെരുശലേമിൽ പോലും വളരെ ചുരുക്കമായിരുന്നു. ഗലീലയിലായിരുന്നു യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ അധികവും കേന്ദ്രീകരിച്ചിരുന്നത്. യഹൂദന്മാർ എന്ന ഒരു വംശം, വർഗത്തിന്റെ ഇടയിൽ. എന്തുകൊണ്ട് എന്ന ചോദ്യമായിരുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തുന്നത് നമുക്കറിയാം. ഗലാത്യ ലേഖനം 4:4 വാക്യത്തിൽ, ഗലേഷ്യൻസ് 4:4, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു. അടുത്തത്, അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് യേശുവിനെ ജനിക്കുവാൻ ദൈവം അയച്ചത്. എന്തിനാ? ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങാൻ, നമുക്കെല്ലാവർക്കും പുത്രത്വം തരുവാൻ. യേശുക്രിസ്തു ലോകത്തിൽ വരുമെന്നും മറ്റുമുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ദൈവം നൽകിയത് ആർക്കു മാത്രമാണ്? ഇസ്രായേലിന്, അല്ലെങ്കിൽ യഹൂദന് മാത്രമാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യമാണ്. ദൈവം തിരുവെഴുത്തുകൾ തന്നിട്ടുള്ളത് ദൈവത്തിന്റെ ജനത്തിന് മാത്രമാണ്. 147 സങ്കീർത്തനത്തിന്റെ 19, 20 വാക്യങ്ങളിൽ നിന്നും നമ്മളത് കണ്ടിട്ടുണ്ട്. ദൈവം യാക്കോബിന്, ഇസ്രായേലിന് തന്റെ നിയമവും തന്റെ വിധികളും വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വേറെ ഒരു ജാതിക്കും ചെയ്തിട്ട്. സ്തോത്രം. അതുപോലെ ആവർത്തന പുസ്തകത്തിലും മോശ ഇസ്രായേലിനോട് പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ജാതി നമ്മളല്ലാതെ വേറെ ആരുമില്ല എന്നാണ് പറയുന്നത്. കൂടാതെ നമുക്ക് ഇന്ന് ഉള്ളതുപോലെ 4-ാമത്തെ അധ്യായത്തിലാണ്, ആവർത്തനം 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7, 8 ഒക്കെ വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണം പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? സ്തോത്രം. ഇത്ര നീതിയുള്ള വിധികളും ചട്ടങ്ങളും ഇസ്രായേലിനല്ലാതെ വേറെ ഒരു ജാതിക്കുമില്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 തൊട്ടുള്ള വാക്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കും ഇസ്രായേൽ പൗരതയുമായും ബന്ധമില്ലായിരുന്നു, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരും ആയിരുന്നു.
റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു എന്താണ് ഇസ്രായേലിന് അല്ലെങ്കിൽ യഹൂദനുള്ള പ്രത്യേകത. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാർ പറഞ്ഞിരുന്നത്, കോളറൊക്കെ പിടിക്ക് വരുന്നത്, വി ആർ ദ കസ്റ്റോഡിയൻസ് ഓഫ് ദ ലോ. ഞങ്ങളാണ് ന്യായപ്രമാണത്തിന്റെ കാവൽക്കാർ. വേറെ ആർക്കും അത് കിട്ടിയിട്ടില്ല. യഹൂദന്റെ ഊറ്റം കൊള്ളലിന്, അഹങ്കാരത്തിനുള്ള കാരണങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ. അപ്പോൾ മശിഹായെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും എല്ലാം നൽകപ്പെട്ടിരുന്നത് വേറെ ഒരു ജാതിക്കുമല്ല, യഹൂദന് മാത്രമായിരുന്നു. സകല മനുഷ്യർക്കും ബാധകമായ ന്യായപ്രമാണം ദൈവം ഏൽപ്പിച്ചതും യഹൂദനെ മാത്രം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ലോകത്തെ സകല മനുഷ്യരിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠന്മാർ, ബുദ്ധിരാക്ഷസന്മാർ, ഇച്ഛാശക്തിയുള്ളവർ, പ്രാപ്തന്മാർ ഇവരാണ്. നമ്മളാണെങ്കിൽ ഏറ്റവും താണവനിൽ നിന്നേ തുടങ്ങും. ദൈവം നേരെ തിരിച്ച ഏറ്റവും ശ്രേഷ്ഠനിൽ നിന്നാ താഴോട്ട് വരുന്നത്. അതും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നെബൂഖദ്നേസർ കണ്ട സ്വപ്നം തന്നെ അതിന് നല്ല തെളിവ്. നമ്മളായിരുന്നെങ്കിൽ കാലിൻ്റെ വിരലേന്ന് തുടങ്ങിയതിനെ മേപ്പോട്ട് കയറാൻ. എന്നാൽ ദൈവം തുടങ്ങിയത് തലേന്ന് താഴോട്ടാ. നമ്മളായിരുന്നെങ്കിൽ മണ്ണയിൽ നിന്ന് തുടങ്ങിയനെ, ദൈവം തുടങ്ങിയത് തനി തങ്കത്തിൽ നിന്ന്. അതുതന്നെ ദാനിയേൽ 7-ാമത്തെ അധ്യായത്തിലും ദാനിയേൽ കണ്ട സ്വപ്നത്തിൽ സിംഹത്തിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു രീതിയാണിത്, ദ ബെസ്റ്റ്, ഏറ്റവും നല്ലതിൽ നിന്ന് തുടങ്ങുക. അവരത് ചെയ്യുന്നെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ചെയ്തതായിട്ട് ദൈവം അങ്ങ് അംഗീകരിച്ചേനെ. എന്നാൽ ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമായത് തന്നെ തുടങ്ങിയാൽ, ഏറ്റവും ശ്രേഷ്ഠമായത് തന്നെ തുടങ്ങിയാൽ അവർ തന്നെ പരാജയപ്പെട്ടാൽ ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു എന്ന്. അത് കാര്യം എളുപ്പമാക്കി ദൈവത്തിന്. അതുകൊണ്ട് ന്യായപ്രമാണം ഇസ്രായേലിനെ ഭരമേൽപ്പിച്ചു. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ എല്ലാ ഗോത്രങ്ങളും ഉൾപ്പെടും. നോ ട്രൈബ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദിസ്. ഓൾ ദ ഇസ്രായേലൈറ്റ് ട്രൈബ്സ് ആർ ഇൻക്ലൂഡഡ്. ഓക്കെ, ഇതിനകത്തെ എല്ലാ ഇസ്രായേലും, യഹൂദൻ യഹൂദൻ എന്ന് നമ്മൾ പറയുന്നെങ്കിലും യഹൂദ ഗോത്രക്കാരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലിലെ സകല ഗോത്രക്കാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇന്നും യഹൂദൻ എന്ന് പറഞ്ഞാൽ യഹൂദ ഗോത്രക്കാർ മാത്രമല്ല, 12 ഗോത്രം അല്ലെ 13 ഗോത്രക്കാരും ഉണ്ട് അതിനകത്ത്. 13 ഗോത്രം എന്ന് പറഞ്ഞതൊക്കെ ഓർമ്മ കാണുമല്ലോ, നമ്മളത് നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. ഇസ്രായേലിൻ്റെ 12 മക്കളും, അതിൽ യോസെഫിനെ എഫ്രൈമും മനശ്ശെയുമായി 2ആയിട്ട് വിഭാഗിച്ചതും വെച്ച് വരുമ്പോൾ 13 ഗോത്രങ്ങൾ മൊത്തമുണ്ട്. എന്നാൽ നമ്മൾ 12 ഗോത്രങ്ങൾ എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ എല്ലാ ഗോത്രക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത്. ആരും തഴയപ്പെട്ടിട്ടില്ല. അവരെയാണ് ന്യായപ്രമാണം ദൈവം ഏൽപ്പിച്ചത്. അവർ പക്ഷേ അതിൽ പരാജയപ്പെട്ടു. നമ്മൾ ഇന്നലെയും പറഞ്ഞതുപോലെ ന്യായപ്രമാണ ദാതാവായ മോശ തുടങ്ങി സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവനായി യേശുവിനെ സ്നാനപ്പെടുത്തി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത സ്നാപകൻ വരെയുള്ള എല്ലാവരും ഈ ന്യായപ്രമാണം അനുസരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഗുഡ്, സ്തോത്രം.
പരാജയപ്പെട്ടു. അപ്പോൾ അവർ പരാജയപ്പെട്ടപ്പോൾ അത് മനുകുലത്തിൻ്റെ പരാജയമായി കണ്ടു. അതുകൊണ്ടാണ് റോമർ 7-ലും ഗലാത്യ ലേഖനം 3-ലും 4-ലുമൊക്കെ ഈ ന്യായപ്രമാണം നിമിത്തം സകല മനുഷ്യരെയും ദൈവം പാപത്തിൻ്റെ കീഴെ അടച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നത്. നമ്മളിതൊക്കെ വായിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായതുകൊണ്ടാണ് റെഫറൻസ് എടുക്കാതെ ഞാനങ്ങ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സകല മനുഷ്യരെയും പാപത്തിൻ്റെ കീഴെ ദൈവം അടച്ചു കളഞ്ഞു, ഒരേപോലെ യഹൂദനും യവനനും. കുറച്ച് ദിവസം മുൻപും നമ്മൾ കണ്ടു, റോമർ 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒന്നും കൂടെ ഈ സന്ദർഭത്തിൽ നിന്ന് വായിച്ചേക്കൂ. 3:9 റോമൻസ്. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. നമുക്ക് എന്ന് പറയുന്നത് യഹൂദനെ കുറിച്ചാ. നമുക്ക് വല്ല വിശേഷതയുണ്ടോ? അശേഷമില്ല. കാരണം എന്താ? യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. സകലരും ഒരുപോലെ പാപത്തിന് കീഴേ. അതുകൊണ്ടാണ് മനുഷ്യൻ അനുസരിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ ന്യായപ്രമാണത്തിൻ്റെ കീഴേ ജനിച്ചവനായി ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോ യഹൂദൻ അഥവാ ഇസ്രായേലിനല്ലാതെ യേശുക്രിസ്തുവിനെ കുറിച്ച് അല്ല, മശിഹായെ കുറിച്ച് വേറെ ആർക്കും ഒരാശയങ്ങളില്ല. മശിഹായെ കാത്തിരിക്കുന്ന ജനം ഇസ്രായേൽ മാത്രമായിരുന്നു. ഇസ്രായേൽ മാത്രം. അവരുടെ ഇടയിലേക്കാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. എങ്ങനെ? വാഗ്ദത്തപ്രകാരം. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 15:3 ആവർത്തിച്ചു പറയുന്നത്, തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ഉയർത്തെഴുന്നേറ്റു. യേശു വേറെ എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ, ഇന്ത്യക്കാർ ചിലരൊക്കെ പറയുന്നത് പോലെ യേശു ഇവിടെയെങ്ങാനും വന്നിരുന്നെങ്കിലും യേശുവിനെ വേണമെങ്കിൽ പിടിച്ച് ഒരു മുനി, ഒരു മഹർഷി, ഒരു സാധുവാക്കിയനെ. അതിനപ്പുറത്തേക്ക് ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവം യേശുവിനെ അയച്ചത് മശിഹയായിട്ടാണ്, ക്രിസ്തുവായിട്ടാണ്. അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ നേരത്തെ ഈ എബ്രായ ലേഖന പഠനത്തിൽ തന്നെ കാണുകയുണ്ടായി. അത് തിരിച്ചറിയാൻ ആർക്കു മാത്രമേ പറ്റുമായിരുന്നുള്ളൂ? യഹൂദന് അഥവാ ഇസ്രായേലിന് മാത്രം. വേറെ ഏത് ഒരിടത്ത് പോയാലും യഹൂദൻ അഥവാ ഇസ്രായേലിനും ശമരിയക്കാർക്കുമല്ലാതെ വേറെ ആർക്കും മശിഹായെ തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് യേശു ആ രണ്ടിടങ്ങളിൽ നിന്നും വേറെ എങ്ങോട്ടും പോയില്ല. തൻ്റെ മശിഹാത്വത്തിന് തെളിവായി പ്രവചിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം ചെയ്തും പറഞ്ഞും കൊണ്ട് അവരുടെ ഇടയിൽ തന്നെ യേശുവായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ തിരിച്ചറിയാതെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് തെറ്റിപ്പോകുന്നു? തിരുവെഴുത്തുകളെ അറിയായക കൊണ്ട്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ട്. ന്യായപ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ തിരുവെഴുത്തുകളുടെ തലനാരിഴ കീറി പഠിച്ച് വിശകലനം ചെയ്ത് അന്വേഷിക്കുന്ന യഹൂദന്, ന്യായശാസ്ത്രിമാർക്ക്, സദൂക്യർക്ക് യേശുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. നിക്കോദീമോസിനെ പോലെയുള്ള ചുരുക്കം ചിലരൊക്കെ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്, കർത്താവിനെ തിരിച്ചറിഞ്ഞു എന്നതൊഴികെ അവരാരും യേശുവിനെ തിരിച്ചറിഞ്ഞില്ല.
അതുകൊണ്ടാണ് യേശു യോഹന്നാൻ സ്നാപകനോട് പോലും ഞാൻ തന്നെയാണ് ക്രിസ്തു എന്ന് പറയാതിരുന്നത്. പകരം ചോദിക്കാൻ വന്നവരോട് പറഞ്ഞു വിട്ടു, നിങ്ങൾ ഇവിടെ കാണുന്നതൊക്കെ പോയി യോഹന്നാനെ അറിയിക്കുക. നേരിട്ട് എന്തുകൊണ്ടാ പറയാഞ്ഞത്? ഈ ലക്ഷണങ്ങൾ മതി തിരിച്ചറിയാൻ, ഈ അടയാളങ്ങൾ മതി യേശു ആരാണെന്ന് തിരിച്ചറിയാൻ. അത് വേറെ ആർക്കും അറിയാൻ പറ്റില്ല, യഹൂദനും മാത്രമേ പറ്റൂ എന്നതുകൊണ്ട് ആ പ്രവചനങ്ങളും ആ വാഗ്ദത്തങ്ങളും ആ തിരുവെഴുത്തുകളുമെല്ലാം നിവർത്തിക്കേണ്ടതിന്, അടയാളത്തോടുകൂടെ തെളിവോടുകൂടെ നിവർത്തിക്കേണ്ടതിന് യേശു യഹൂദന്മാർക്ക് ഇടയിൽ തന്നെ ജനിച്ച് ജീവിച്ച് അവരുടെ കയ്യാൽ തന്നെ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ആ 3 കൊല്ലത്തിൽ പരം യഹൂദന്മാർക്കിടയിൽ മാത്രം ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്നാനസമയം മുതൽ സ്നാപകൻ യേശുവിനെ വിലക്കിയപ്പോൾ പോലും പറഞ്ഞതെന്താ? ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അപ്പോൾ യേശു യഹൂദന്മാർക്കിടയിൽ തന്നെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ നിന്ന് ശുശ്രൂഷ ചെയ്തത് തിരുവെഴുത്തുകളെ പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ തിരുവെഴുത്തുകളെ നിവർത്തിക്കാൻ വേണ്ടിയായിരുന്നു. സ്തോത്രം. എന്നിട്ടാണ് ആ കാര്യം തിരിച്ചറിഞ്ഞിട്ട് യേശു പറഞ്ഞ ഒരു കാര്യം എന്താ? യോഹന്നാൻ 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, 17:4, ജോൺ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. കണ്ടോ? പിതാവ് പുത്രനെ ഭരമേൽപ്പിച്ചു വിട്ട ഒരു ദൗത്യമുണ്ട്. പരസ്യ ശുശ്രൂഷയും അതേ തുടർന്നുള്ള ക്രൂശീകരണവും അഥവാ പ്രായശ്ചിത്ത മരണവും. ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് പുത്രൻ പിതാവിനോട് ചാരിതാർത്ഥ്യത്തോടെ കൃതാർത്ഥതയോടെ പറയുന്ന കാര്യമാണ്, ഭൂമിയിൽ നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തികളെ ഞാൻ തികച്ചിരിക്കുന്നു, അതിനാൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ജീസസ് വാസ് വെൽ അവെയർ ഓഫ് ഹിസ് purpose of his coming. He knew it well. And therefore, just before his crucifixion, he is acclaiming that I have glorified you, O Father, by doing the works you have committed upon me. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം തന്നെ 19-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം, 19:28, ജോൺ. അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുമണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? തിരുവെഴുത്ത് നിവൃത്തിയാകുമണ്ണം. അതിനു മുമ്പ് പറഞ്ഞേക്കുന്നത് കണ്ടോ? സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞ്, by recognizing everything has come to fulfillment. സ്തോത്രം. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന്. അതാണ് സുവിശേഷകന്മാർ മത്തായി തൊട്ട് യോഹന്നാൻ വരെയുള്ളവർ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും എഴുതുമ്പോൾ പറയുന്നു, ഇന്ന വചനത്തിന് നിവൃത്തി വരേണ്ടതിന്, ഇന്ന തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന്, ഇന്ന പ്രവാചകൻ പറഞ്ഞതുപോലെ എന്നൊക്കെ കാണുന്നത്. മത്തായിൽ തന്നെ
ഏതാണ്ട് 131 ഓളം പഴയ നിയമ ഭാഗങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ നേരിട്ടോ അല്ലാതെയോ നിവർത്തിക്കപ്പെട്ടത് ഞാൻ എണ്ണിയിട്ടുണ്ട്. സ്തോത്രം. ഏറ്റവും ഒടുവിൽ 19 അധ്യായത്തിന്റെ 30 വാക്യത്തിൽ നമുക്കറിയാം, 19:30, നിവൃത്തിയായി, ഇറ്റ്സ് ഫിനിഷ്ഡ്, നിവൃത്തിയായി. അപ്പം യേശുക്രിസ്തു യഹൂദന്മാർക്കിടയിൽ മാത്രം പരിമിതപ്പെട്ട് നിന്നതും ശുശ്രൂഷിച്ചതും എന്തിനു വേണ്ടിയായിരുന്നു? യേശു തന്നെ മശിഹ എന്ന് വെളിപ്പെടുത്താൻ. അത് തിരിച്ചറിയാൻ ആർക്കു മാത്രമേ കഴിയുമായിരുന്നുള്ളൂ? ഇസ്രായേലിന്, അല്ലെങ്കിൽ യഹൂദന് മാത്രം. കാരണം തിരുവെഴുത്തുകൾ അവർക്ക് മാത്രമാണ് നൽകപ്പെട്ടിരുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരുന്നത് തിരുവെഴുത്തുകളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളത്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, മശിഹായെക്കുറിച്ചുള്ള വെളിപ്പാടും നമുക്ക് ബൈബിളിൽ മാത്രമേ ഉള്ളൂ. ബൈബിളിന് പുറത്ത് ദൈവത്തെക്കുറിച്ച്, വിശേഷിച്ച് മശിഹായെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ഇല്ല. പണ്ടത്തെ പ്രജാപതിയും കാര്യങ്ങളൊന്നും നമ്മൾ അംഗീകരിക്കാത്തതിന് അതാണ് കാരണം. ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ നമുക്ക് ഖുറാന്റെയോ വേദങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല. അവയിലൊന്നുമല്ല യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മശിഹായെപ്പറ്റി. അങ്ങനെയെങ്ങാണം വേദങ്ങളിൽ മശിഹയെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും മശിഹ ഈ ഭാരത മണ്ണിൽ വന്നേനെ. സ്തോത്രം. പിന്നെ ഖുറാനിൽ അന്നേതായാലും ഖുറാൻ ഒന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കർത്താവിൻ്റെ ജനനത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഒക്കെ 600 ചില്വാനം വർഷം കഴിഞ്ഞിട്ടാണ് ഇസ്ലാം ഉണ്ടാകുന്നത്, ഖുറാൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പിന്നെ അറബ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ യേശു ഒന്ന് കറങ്ങാൻ പോയേനെമെന്ന് നമുക്കിവിടെ പറയാൻ അത് പ്രസക്തമല്ല. പക്ഷേ മശിഹായെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന തിരുവെഴുത്തുകളുള്ള യഹൂദന്മാർക്കിടയിൽ യേശു ജീവിച്ച് താൻ തന്നെ മശിഹ എന്ന് തൻ്റെ പ്രസംഗങ്ങളിലൂടെ, പഠിപ്പിക്കലുകളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തിയതുപോലെ വേറെ എങ്ങും, വേറെ ഒരു ജാതികൾക്കിടയിലും പോയിട്ട് ചെയ്യേണ്ടിയിരുന്നില്ല മശിഹയ്ക്ക്. വേണമായിരുന്നെങ്കിൽ പോയേനെ, ആവശ്യമില്ലായിരുന്നു. കാരണം വേറെ ആർക്കും മശിഹയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ, പ്രവചനങ്ങൾ, വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിരുന്നില്ല. യേശുക്രിസ്തു ജനിച്ചത്, ജീവിച്ചതും ശുശ്രൂഷിച്ചതും ക്രൂശിൽ മരിച്ചതുമെല്ലാം ആർക്ക് വേണ്ടിയാണ്? മുഴു ലോകത്തിനും വേണ്ടിയാ. യേശുവിൻ്റെ ജനന സമയത്ത് യേശു മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനും മുമ്പേ മറിയയ്ക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം നമുക്കറിയാം. മത്തായി 1:21 തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് ആ, വിടുവിക്കുക. സ്തോത്രം. അപ്പം മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ
അവിടെ നമ്മൾ കാണുന്നുണ്ട് ദൂതന്മാർ വന്ന്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തെ ക്രിസ്മസ് കരോൾ ഗാനം. ദൂതന്മാർ വന്നിട്ട് 2:10 ലൂക്കോസ് 2:10 പറയുന്നു, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. കണ്ടോ, യേശുവിൻ്റെ ജനനം, അതിൻ്റെ വ്യാപ്തി യഹൂദൻ മാത്രമായിരുന്നില്ല, സർവജനത്തിനുമായിരുന്നു. പക്ഷേ അത് യഹൂദനിൽ മാത്രം ഭൂമിശാസ്ത്രപരമായും നരവംശാസ്ത്രപരമായും ഒതുങ്ങി നിന്നതിന് കാരണം നമ്മൾ കണ്ടു. അവരോട് മാത്രമേ മശിഹയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നുള്ളൂ. അവർക്ക് മാത്രമേ മശിഹയെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നുള്ളൂ. യഹൂദനെ ദൈവം വാർത്തെടുത്തതിൻ്റെ, തിരഞ്ഞെടുത്തതിൻ്റെ, വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ തന്നെ ഉദ്ദേശം എന്തായിരുന്നു? മശിഹായെ ലോകത്തിലേക്ക് അവതരിപ്പിക്കുക എന്നതായിരുന്നു. അതായിരുന്നു ഇസ്രായേലിൻ്റെ പിതാവായ അബ്രഹാമിനോട് ദൈവം ഉൽപ്പത്തി 12 വെച്ച് പറഞ്ഞത്. സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദത്തവും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞതും. അതേക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇന്നലെയാണെന്ന് തോന്നുന്നല്ലോ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നിന്നും വായിച്ചത്. നമ്മുടെ ഇടയിലായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. അബ്രഹാമിൻ്റെ സന്തതി എന്ന നിലയിൽ നമ്മൾ കണ്ടത്. സ്തോത്രം. അപ്പം ഇസ്രായേലിനെ ദൈവം വാർത്തെടുത്തത് തന്നെ മശിഹായെ അവതരിപ്പിക്കാനാണ്. ആർക്ക് വേണ്ടിയായിരുന്നു മശിഹ? സകല ലോകത്തിനും വേണ്ടി. മശിഹ യഹൂദന്റെ മാത്രം കുത്തകയല്ല. മശിഹ ക്രിസ്ത്യാനികളുടെ മാത്രം കുത്തകയല്ല. മശിഹ സർവ്വലോകത്തിനും വേണ്ടിയാ. ഒരു സൂര്യൻ സകല ലോകത്തിനും വേണ്ടി എന്നതുപോലെ ഒറ്റ മശിഹ മുഴു ലോകത്തിനും വേണ്ടി. അതുകൊണ്ടാണ് ദൂതന്മാർ പറഞ്ഞത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. യോഹന്നാൻ 10-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, ജോൺ 10:16, യേശു കർത്താവ് പറയുന്നു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും ആകും. കണ്ടോ, യഹൂദനല്ലാതെയും എനിക്ക് ആടുകളുണ്ട്. ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അന്നേരം എന്താകും? ഒറ്റ ഇടയൻ, ഒറ്റയാട്ടിൻകൂട്ടം. അത് സംഭവിച്ചെന്നാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതൽക്കുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്. അവൻ നമ്മുടെ സമാധാനം. അവൻ എന്ത് ചെയ്തു? ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കി. ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും. കണ്ടോ, സ്തോത്രം. ഇത് തന്നെയാണ് 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിലും പൗലോസ് പറയുന്നത് സഭയെക്കുറിച്ച്. അപ്പൊ യേശുക്രിസ്തു യോഹന്നാൻ 10-ാം അധ്യായത്തിൽ പറഞ്ഞ ഈ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടവുമായി യഹൂദനെയും യവനനെയും തീർത്തത് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. പക്ഷേ ഈ പറയപ്പെട്ട കാരണങ്ങളാൽ പരസ്യ ശുശ്രൂഷ ഇസ്രായേലിൽ മാത്രം പരിമിതപ്പെട്ടിരുന്നു. എന്നാൽ അതിൻ്റെ
വ്യാപ്തി ഇസ്രായേലിന് മാത്രമായിരുന്നില്ല, അതിന് പുറത്തേക്കും പോയി. എന്നാൽ ഇസ്രായേലിന് പുറത്തേക്ക് അതിൻ്റെ വ്യാപ്തിയെ വ്യാപിപ്പിക്കേണ്ടതിന് കർത്താവ് അനുവാദം കൊടുത്തത് എപ്പോൾ മാത്രമേ ഉള്ളൂ? ക്രൂശീകരണത്തിന് ശേഷം. ക്രൂശീകരണത്തിനും ഉയർപ്പിനും ശേഷമേ ഉള്ളൂ. പിന്നെ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടതാണല്ലോ, ഭൂലോകത്തിലൊക്കെ പോവുക, സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക, ശിഷ്യരാകുന്നവരെ എല്ലാവരെയും സ്നാനപ്പെടുത്തിക്കൊള്ളുക, അവരെ എല്ലാവരെയും ഉപദേശിക്കുക. സ്തോത്രം. അപ്പം യഹൂദൻ അല്ലെങ്കിൽ ഇസ്രായേലിൽ മാത്രം യേശുവിൻ്റെ ശുശ്രൂഷ പരസ്യ ശുശ്രൂഷ പരിമിതപ്പെട്ട് നിന്നതിൻ്റെ കാരണം നമ്മൾ കണ്ടു. എന്നാൽ യേശുവിൻ്റെ ജഡധാരണത്തിൻ്റെ ഉദ്ദേശം ഇസ്രായേലിൻ്റെ മാത്രം രക്ഷയായിരുന്നില്ല, സർവ്വലോകത്തിൻ്റെയും രക്ഷയായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പാപം ചെയ്തുവെങ്കിലോ, ബാക്കി വായിച്ചോ. നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അതിനുശേഷം കേട്ടോണേ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. കണ്ടോ, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. തീത്തോസിനുള്ള പൗലോസിന്റെ ലേഖനം 2:11 കാണുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. യോഹന്നാൻ 3:16, ദൈവം ലോകത്തെ സ്നേഹിച്ചു. മർക്കോസ് 10:45, മനുഷ്യപുത്രൻ വന്നത് എന്തിനു വേണ്ടിയല്ല? ശുശ്രൂഷ ഏൽപ്പാൻ അല്ലെങ്കിൽ ചെയ്യിപ്പാനല്ല, പിന്നെന്തിനാ? ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും. കണ്ടോ, അനേകർക്ക് വേണ്ടി. അപ്പോൾ ഈ തൻ്റെ ശുശ്രൂഷയുടെ ക്രൂശ് മരണത്തിൻ്റെ ലക്ഷ്യം ഇസ്രായേൽ മാത്രം ആയിരുന്നില്ല, സകലർക്കും വേണ്ടി. പത്രോസ് അപ്പോസ്തലന്റെ വിഖ്യാതമായ പ്രസംഗം ആക്ട്സ് 4:12 നമുക്കറിയാം. മറ്റൊരുത്തനിലും രക്ഷയില്ല, ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടേണ്ടതിന് നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ രക്ഷണി പ്രവൃത്തി ക്രൂശിലല്ലേ നടന്നത്? അത് കാരണം വലിയ രക്ഷ വന്നത്. ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സക്കായിയോട് എന്തുകൊണ്ടാണ് പറഞ്ഞത് അവന് തിന്ന് രക്ഷ വന്നെന്ന് പറഞ്ഞത്? യേശുക്രിസ്തു സാക്ഷാൽ രക്ഷയായ ക്രിസ്തു അവൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ എന്തായി മാറിയത്? അവൻ നമ്മുടെ വീണ്ടെടുപ്പ്. ക്രൈസ്റ്റ് ഈസ് അവർ റിഡംഷൻ. അവൻ നമ്മുടെ സമാധാനം, അവൻ നമ്മുടെ നിരപ്പ്. മശിഹായെ കൈക്കൊള്ളുന്നവർക്ക്, യേശുവിനെ മശിഹയായി കൈക്കൊള്ളുന്നവർക്ക് അന്ന് തന്നെ എന്ത് ലഭിക്കുമായിരുന്നു? യോഹന്നാൻ 1:12 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കളാകാൻ, രക്ഷിക്കപ്പെടാൻ അവസരമുണ്ടായിരുന്നു. പാപത്തിന് പ്രായശ്ചിത്തം
സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പ്രായശ്ചിത്തം ക്രിസ്തു നടത്തിയത് ക്രൂശിലാണെന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ സാക്ഷാൽ ക്രിസ്തു, സാക്ഷാൽ രക്ഷകൻ, സാക്ഷാൽ വീണ്ടെടുപ്പുകാരൻ, അവനെ അവനായിക്കൊണ്ട് തന്നെ താൻ ആയിരിക്കുന്നത് പോലെ കൈക്കൊള്ളുന്നവർക്ക് ആ നിമിഷത്തിൽ തന്നെ രക്ഷ സ്വായത്തമായിരുന്നു. കർത്താവ് ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ പക്ഷപാതക്കാരൻ ഉൾപ്പെടെ ആ അഭിസാരികയായ സ്ത്രീ ഉൾപ്പെടെ എത്രയോ പേരോട് കർത്താവ് പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. യേശുവിന് പാപമോചനത്തിനുള്ള അധികാരം ക്രൂശ് മരണത്തിന് ശേഷം മാത്രമല്ല ലഭിച്ചത്. യേശു സമ്പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ നടക്കുമ്പോഴും ജീവിക്കുമ്പോഴും സാധാരണ മനുഷ്യനെ പോലെ വിശന്നും ക്ഷീണിച്ചും ഉറങ്ങിയും ഒക്കെ ആയിരിക്കുമ്പോഴും യേശുവിന് പാപങ്ങളെ ക്ഷമിക്കുന്നതിനുള്ള അധികാരമുണ്ടായിരുന്നു. അത് കർത്താവ് ചെയ്തു. സക്കായി മാത്രമല്ല, ബാക്കി പലരോടും അങ്ങനെ തന്നെ പറഞ്ഞു, അവരുടെ പാപങ്ങൾ മോചിച്ചു കൊടുത്തു. കാരണം യേശു മോചകനായിരുന്നു, പാപവിമോചകനായിരുന്നു. ക്രൂശീകരണത്തിന് മുമ്പും സകല മനുഷ്യരുടെയും പാപങ്ങളുടെ പ്രായശ്ചിത്തം ക്രൂശിലാണ് നടന്നത്. അത്രമാത്രമേ ഉള്ളൂ. അങ്ങനെ മാനവകുലത്തെ മുഴുവനും മൊത്തത്തിൽ വിടുവിക്കുന്ന ആ ഒരു വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ക്രൂശിലാണ് നടന്നതെന്നേ ഉള്ളൂ. അതല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കർത്താവിൻ്റെ അടുക്കൽ വന്നവരെ കർത്താവ് രക്ഷിച്ചു, വിടുവിച്ചു. ആ വിടുതലാണ് കർത്താവ് സക്കായുള്ള ബന്ധത്തിൽ അവിടെ പ്രഖ്യാപിക്കുന്നത്. കാരണം യേശുവിനെ സാക്ഷാൽ യേശു ആയിരിക്കുന്നത് പോലെ, അഥവാ മശിഹയായി സക്കായി കൈക്കൊണ്ടപ്പോൾ അത് അവന് രക്ഷയായി മാറി. യേശുവിന്റെ ശിഷ്യന്മാരും എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നല്ലോ. അതുകൊണ്ടാണ് 1:12 യോഹന്നാനിൽ പറഞ്ഞത്, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അല്ലെങ്കിൽ ഏവനും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. പക്ഷെ അവർക്ക് ഇങ്ങനെ വ്യക്തിപരമായി പാപമോചനം കൊടുക്കുമ്പോഴും രക്ഷ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ അവസരം നൽകുമ്പോഴുമൊന്നും പാപം എന്ന മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും കാതലായ പ്രശ്നത്തിന് പരിഹാരം വന്നിരുന്നില്ല. അത് ക്രൂശിലാണ് കർത്താവ് നടത്തിയതെന്ന് മാത്രം. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുന്നല്ലേ റോമർ എഴുതിയിരിക്കുന്നത്. അതേമാതിരി അതെപ്പോഴാ? യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനും ഉയർപ്പിനും ശേഷം. അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്നവർക്ക് ആർക്കും രക്ഷയ്ക്ക് സാധ്യതയില്ലേ? അതാ ഞാൻ ചോദിച്ചേ, അന്ന് രക്ഷിക്കപ്പെടുമോ? അതാണ് യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ കൈക്കൊള്ളുക എന്ന് നേരത്തെ തന്നെ കൊടുത്ത നിബന്ധന. അത് സക്കായി അനുസരിച്ചു. സക്കായി മാത്രമല്ല, നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ക്രൂശീകരണത്തിന് ശേഷമല്ലേ പറഞ്ഞേക്കുന്നത്? അവനെ കൈക്കൊണ്ടവൻ നാമത്തിൽ വിശ്വസിക്കുന്ന അതിനു മുൻപും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. എബ്രായ ലേഖനം നമ്മൾ 11-ാം അധ്യായത്തിലേക്ക് വരുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ വിശ്വാസി ആരാ? ഹാബേൽ. എന്ത് വിശ്വസിച്ചു? യേശു ക്രൂശിൽ കിടക്കുമ്പോൾ, യേശു മരിക്കുന്നതിനു മുമ്പേ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ യേശു ആരാണെന്ന് വിശ്വസിച്ചു.
രക്ഷകൻ. മശിഹയാണെന്ന് വിശ്വസിച്ചു. രക്ഷകനല്ല, മശിഹയാണെന്ന് വിശ്വസിച്ചു. രാജ്യത്വം പ്രാപിച്ചു വരുന്ന രാജാവാണ്, മശിഹായാണെന്ന് വിശ്വസിച്ചു. രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് പറഞ്ഞാൽ മശിഹായ ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ യേശു മരിച്ചിട്ട് പോലുമില്ല. ഇന്ന് തന്നെ നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അത് പറയാനുള്ള അധികാരം ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പും മരിക്കുന്നതിന് മുമ്പും ഉയർക്കുന്നതിന് മുമ്പും ആർക്കുണ്ട്? യേശുവിന്. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം രക്ഷിക്കപ്പെടുവാൻ അക്ഷരീയമായ യേശു ഭൂമിയിൽ ഇല്ലാതിരിക്കുന്ന ഈ കാലത്ത് നമുക്ക് പുറകോട്ട് നോക്കി യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. എന്നാൽ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് അക്ഷരികമായ യേശു അവരുടെ നടുവിൽ ഉണ്ടായിരുന്നപ്പോൾ യേശുവിനെ മശിഹ എന്ന് അംഗീകരിച്ചാൽ മതിയായിരുന്നു. അത് ചെയ്തു. അങ്ങനെ ചെയ്തവരെല്ലാവരും രക്ഷിക്കപ്പെട്ടു. പഴയ ഭക്തന്മാരൊക്കെ യേശു മശിഹ എന്ന് വിശ്വസിച്ചവരാണോ? ഹാബേല് തുടങ്ങിയുള്ള ആളുകളൊക്കെ, ഹാബേല്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. നമ്മൾ എബ്രായലേഖനം 1-ാം അധ്യായം ആദ്യത്തെ വാക്യം പഠിച്ചതുപോലെ അവർക്ക് ദൈവം കൊടുത്ത വെളിപ്പാട് എങ്ങനെയുള്ളതായിരുന്നു? ഭാഗം ഭാഗമായും വിവിധമായും, അംശമായി മാത്രമേ അവർക്ക് ഈ ദൈവിക വെളിപ്പാട്, മശിഹയെക്കുറിച്ചുള്ള വെളിപ്പാട് കൊടുത്തിരുന്നുള്ളൂ. അവർക്ക് അന്ന് നൽകപ്പെട്ടിരുന്ന വെളിപ്പാടുകളുടെ പരിധിയിൽ നിന്നുകൊണ്ട് വിശ്വസിച്ചാലും മതിയിരുന്നു. അതുകൊണ്ട് പത്രോസ് തൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 10 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറയുന്നത് നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളതാ. യേശുവിനെ കുറിച്ചും ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെക്കുറിച്ചും പിന്നീട് വരുന്ന മഹത്വത്തെക്കുറിച്ചുമൊക്കെ പ്രവചിച്ച പ്രവാചകന്മാർ എന്ത് ചെയ്തു? നോക്കി. തങ്ങൾക്കായിട്ടല്ല, നമ്മൾക്കായിട്ട്. പത്രോസ് പറയുന്നു നിങ്ങൾക്കായിട്ട്, അല്ലെ നമ്മൾക്കായിട്ടാണെന്ന് അവർ കണ്ടു. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇന്നത്തെ പോലെയുള്ള ഒരു പൂർണ്ണ വെളിപ്പാട് അവർക്ക് അന്ന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ പോലെ ഒരു വിശ്വാസമോ ഏറ്റുപറച്ചിലോ അന്ന് ദൈവം അവരോട് ആവശ്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഹാബേലും വിശ്വസിച്ചു എന്ന് പറയുന്നത്. ഹാബേലിനും ദൈവം കൊടുത്ത പരിധിക്കകത്ത് നിന്ന് വിശ്വസിച്ചു, മുമ്പോട്ട് നോക്കി. അതിനെ തിരുവെഴുത്ത് പറയുന്നു, അവരൊക്കെ മുൻപോട്ട് നോക്കി മശിഹായെ വിശ്വസിച്ചു. മശിഹ വരാനിരിക്കുന്നു, വരും എന്നവർ കണ്ടു. അവരർപ്പിച്ചുകൊണ്ടിരുന്ന യാഗങ്ങളിൽ അവരത് വിശ്വസിച്ചുകൊണ്ട് ചെയ്തു. അത് മതിയായിരുന്നു അന്ന്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, പഴയ നിയമ ഭക്തന്മാർക്കായാലും പുതിയ നിയമത്തിലുള്ളവർക്കായാലും രക്ഷ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം, ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടെ മാത്രം. പഴയ നിയമഭക്തന്മാർ മുൻപോട്ട് നോക്കി അവൻ വരുന്നു 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 എന്ന് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞു. നമ്മൾ ഇന്ന് പുറകോട്ട് നോക്കി അവൻ വന്നു 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 എന്ന് വിശ്വാസവും നമുക്കുണ്ട്, ചരിത്രത്തിൻ്റെ തെളിവുകളുമുണ്ട്. അതുകൊണ്ട് ഈ വിശ്വാസത്തെ ചിലർ ഹിസ്റ്റോറിക്കൽ ഫെയ്ത്ത്, ചരിത്രപരമായ വിശ്വാസം എന്ന് വിളിക്കുന്നു. പഴയ നിയമത്തിൽ അവർക്ക് വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് വിശ്വാസം മാത്രം വേണ്ട, ചരിത്ര തെളിവുകളും കൂടെ നമുക്കുണ്ട്. അംഗീകരിച്ചാൽ മാത്രം മതി.
സമ്മതിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മളെക്കാൾ വിശ്വാസം വേണ്ടിയിരുന്നത് പഴയ നിയമഭക്തന്മാർക്കാണ്. ശമരിയക്കാരി സ്ത്രീ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത് നമുക്കറിയാമല്ലോ. യേശുവിനെ ആദ്യം ഒരു യഹൂദ പുരുഷനെന്നും പിന്നീട് യജമാനനെന്നും പിന്നീട് പ്രവാചകനെന്നും അവള് ആ സംഭാഷണത്തിനിടയിൽ തന്നെ ആ പ്രോഗ്രസീവ് റെവലേഷൻ, ആ വെളിപ്പാടിൻ്റെ ആ പുരോഗമനം കണ്ടോ, മനസ്സിലാക്കി. എന്നിട്ട് അവൾ യേശുവിനോട് പറയാ, മശിഹ ക്രിസ്തു വരുമെന്നും വരുമ്പോൾ എല്ലാം അവൻ ശരിയാക്കും, വെളിപ്പെടുത്തി തരുമെന്നൊക്കെ ഞങ്ങൾ അറിയുന്നു. ഒരു ശമര്യക്കാരത്തിയാ. അവളുടെ ജീവിതശൈലിയൊക്കെ നമുക്കറിയാം. പക്ഷേ കർത്താവ് ഒടുവിൽ പറയുക, യഹൂദ മത നേതാക്കന്മാരെ പോലെ ന്യായപ്രമാണമൊന്നും കൂലങ്കഷമായി പഠിക്കുന്ന ഒരാളല്ല ആ സ്ത്രീ. അതുകൊണ്ട് കർത്താവ് പ്ലെയിനായിട്ട് നേരിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ മശിഹ എന്ന്. അവൾ അംഗീകരിച്ചു. അവളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. then and there. ശമര്യക്കാരിയെ കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൾ ആ നിമിഷത്തിൽ പാപമോചനം പ്രാപിച്ചവളായി, രക്ഷിക്കപ്പെട്ടു. മാത്രമോ അവളൊരു സുവിശേഷ പ്രസംഗയുമായി. അവൾ ഓടിപ്പോയി, ഞാൻ മശിഹായെ കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ മശിഹയായിരിക്കുമോ എന്ന് പറയുന്നു. പട്ടണക്കാരൊക്കെ യേശുവിന്റെ അടുക്കൽ വന്നു. ശമരിയക്കാരി സ്ത്രീയെ പോലെയുള്ള ഒരുത്തിക്ക് നിന്ന നിപ്പിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വെറും യഹൂദനായിട്ട് കണ്ട, പിന്നെ ഒരു യജമാനനായിട്ട് കണ്ട, ഒരു പ്രവാചകനായിട്ട് കണ്ട ആള് അല്ല, മശിഹയാണ്, ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച മാത്രയിൽ അവളുടെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെട്ട് അവൾ കൈക്കൊള്ളപ്പെട്ടെങ്കിൽ, ക്രൂശിലെ കള്ളൻ യേശു മശിഹയാണെന്ന് അംഗീകരിച്ച മാത്രയിൽ കർത്താവ് അവന് പറുദീസയുടെ വാഗ്ദത്തം കൊടുത്തെങ്കിൽ, സക്കായിയും സക്കായിയെ പോലെയുള്ള ഏവർക്കും ക്രിസ്തുവിനെ അംഗീകരിച്ചാൽ അത് സാധ്യമായിരുന്നു. അത് അന്നും അങ്ങനെ, ഇന്നും അങ്ങനെ. അന്ന് മുൻപോട്ട് നോക്കി ക്രൂശിനെ കണ്ടു, ഇന്ന് പുറകോട്ട് നോക്കി ക്രൂശിനെ കാണുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശു ആരാണെന്ന് ഏറ്റുപറയുക. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ക്രിസ്തുവിലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ 2 പ്രധാന തലങ്ങൾ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. യേശു ആരാണ്? 2, യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി. ഇത് രണ്ടും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. രക്ഷയ്ക്ക് ഇതാണ് ആധാരം. അന്നും ഇന്നും, ക്രൂശിന് മുമ്പും ക്രൂശിന്മേലും ക്രൂശിന് ശേഷവും ഇത് തന്നെ ആധാരം. യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ മശിഹ കടന്നു പോകേണ്ട കഷ്ടതകളെ, കഷ്ടപ്പാടുകളെ, ക്രൂശീകരണത്തെക്കുറിച്ചൊക്കെ പഴയ നിയമം വ്യക്തമായി വിവരിക്കുന്നു. നമ്മൾ ഇന്നലെ മിനിയാന്ന് വായിച്ച ഒരു വാക്യമാണ് യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന്. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, നീ എങ്ങനെ മശിഹയാകുന്നേ? പിന്നെ നീ എങ്ങനെ ക്രിസ്തുവാകുന്നേ? ക്രിസ്തു വന്നാൽ അവൻ ഇരിക്കും, എന്നേക്കും ഇരിക്കുമെന്നാണല്ലോ. പിന്നെങ്ങനെ നീ പറയുന്നത്? യേശു നേരിട്ട് താൻ മശിഹയാണെന്ന് പറഞ്ഞിട്ടും അവർക്ക് അവനെ കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് രക്ഷിക്കപ്പെടാനും സാധിച്ചില്ല.
വിസ്താര സമയത്ത്, ട്രയലിന്റെ സമയത്ത് മഹാപുരോഹിതൻ ചോദിച്ചു, നീ ക്രിസ്തുവോ? അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, അതെ, ഞാനാകുന്നു. അന്നേരം ആ മഹാപുരോഹിതനും ബാക്കിയുള്ളവരും വിശ്വസിച്ചാൽ മതിയായിരുന്നു ക്രിസ്തുവേ എന്ന്. അവർ കൈക്കൊണ്ടില്ല. പീലാത്തോസിന്റെ അടുക്കൽ അവർ യേശുവിനെ കൊണ്ടുപോയത് ഇവൻ ക്രിസ്തുവാണെന്ന് പറയുന്നു എന്നും പറഞ്ഞ. ഇവൻ ക്രിസ്തുവാണെന്ന് അവരങ്ങ് അംഗീകരിച്ചിരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടേനെ. അംഗീകരിച്ചില്ല. അത് തന്നെയാണ് ഉയർപ്പിന് ശേഷവും ഉള്ള തത്വം. ഉയർപ്പിന് ശേഷം യേശു മരിച്ചെന്നും ഉയർത്തെന്നും വിശ്വസിക്കുക, ഏറ്റുപറയുക. മുമ്പ് മശീഹയാണെന്ന്, മശീഹയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുക, ഏറ്റുപറയുക. അത് മതിയായിരുന്നു. രണ്ടിടത്തും സംഭവം തന്നെ. സ്തോത്രം. മറ്റെന്തെങ്കിലും? ശരി, മറ്റൊന്നുമില്ലെങ്കിൽ ഈ കർത്താവിൽ സാക്ഷാൽ മശിഹ തിരുവെഴുത്തുകളിൻ പ്രകാരം മുഴുവൻ അടയാളങ്ങളും ചെയ്തുകൊണ്ട്, സ്തോത്രം, അവരുടെ നടുവിൽ, അവരുടെ മുമ്പിൽ സ്വയം ഏറ്റുപറഞ്ഞുകൊണ്ടും നിന്നിട്ടും അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല, കൈക്കൊള്ളുവാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാനും. എന്നാൽ പുറംപറമ്പിൽ എറിയപ്പെട്ട് കിടന്ന നമുക്ക് യേശുവിനെ മശിഹയായിട്ട്, ക്രിസ്തുവായിട്ട് കാണാൻ, വിശ്വസിക്കാൻ, തിരിച്ചറിയാൻ, കൈക്കൊള്ളുവാൻ ഭാഗ്യം ലഭിച്ചല്ലോ. ആകയാൽ നമ്മുടെ ബഹുവിധമായ പാപങ്ങൾ മായ്ക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗ്യകരമായ അനുഭവത്തിനായി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗാഡ്. വീണ്ടും ഈ രക്ഷ അനുഭവത്തിൽ നിലനിന്ന് നമ്മുടെ കർത്താവ് മഹത്വത്തോടെ വരുമ്പോൾ അവനോടുകൂടെ നാമും തേജസ്സിൽ കാണപ്പെടേണ്ടതിനുള്ള പ്രത്യാശയോടെ മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.